ഇന്ന് പൊന്നുണ്ണി ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കണ്ട് തൊഴാൻ പോയാലോ? അതുവരെ കാത്തുനിന്നതും വരിയിൽ നിന്നതും എല്ലാം മറന്നുകൊണ്ട് നമ്മൾ ഭഗവാന്റെ ചുറ്റമ്പലത്തിൻ്റെ പ്രധാന വാതിൽപ്പടിക്കടുത്ത് നിൽക്കുകയാണ്. നമ്മൾ വാതിൽപ്പടി ചവിട്ടി അകത്തേക്ക് കയറുമ്പോൾ തൊട്ടുമുമ്പിൽ ആളുകളുടെ തലയ്ക്ക് മേലെയായി ഭഗവാന്റെ ശ്രീലകത്തെ പ്രകാശം മാത്രം കാണാം. കണ്ണടച്ചുകൊണ്ട് ധ്യാനിച്ചോളൂ. നോക്കുമ്പോൾ മുൻപിലായി ഭഗവാന്റെ ശ്രീലകത്തിനകത്ത് തിളങ്ങിക്കത്തുന്ന നെയ്വിളക്കുകളുടെ പ്രകാശത്തിൽ അതാ ഭഗവാന്റെ തിരുമുടിമാലകൾ കാണുന്നു. തിരുമുടിമാലകൾക്ക് താഴേക്ക് നോക്കുമ്പോൾ അതാ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ കുഞ്ഞുമുഖം. പൊന്നിൻ കിരീടം ചാർത്താതെ 3 തിരുമുടിമാലകൾ മാത്രം ചാർത്തിയ മുടിയിൽ ചന്ദനം കൊണ്ട് ചാർത്തിയ പീലി കാണാം. നെറ്റിയിൽ സ്വർണ്ണഗോപി, ചെവിയിൽ ചെവിപ്പൂക്കൾ, നല്ല ഭംഗിയുള്ള ചിരി, കഴുത്തിൽ 2 സ്വർണ്ണമാലകൾ, അതിന് താഴെ ഒരു സ്വർണ്ണഗോപി തിലകം. 2 കൈയിലും തോൾവളകളുണ്ട്, കൈവളകളുണ്ട്. ആ 2 കുഞ്ഞി കൈകൾ കൊണ്ടും ഒരു കുഞ്ഞു ഓടക്കുഴൽ ചുണ്ടോട് ചേർത്ത് വെച്ച് വേണുഗാനം പൊഴിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനായിട്ടാണിന്ന് ഗുരുവായൂരപ്പൻ. കാലുകൾ 2ഉം പിണച്ചു വെച്ചിട്ടുണ്ട്. കുഞ്ഞിക്കണ്ണൻ്റെ കഴുത്തിൽ 2 സ്വർണ്ണമാലകളും ഒരു സ്വർണ്ണഗോപിയും. അതിന് താഴെ 2 ഉണ്ടമാലകൾ, തെച്ചിയും തുളസിയുമായിട്ടുള്ളതും തെച്ചിയും തുളസിയും വെളുത്ത പൂക്കളും ചേർന്നുള്ളതുമായ 2 ഭംഗിയുള്ള ഉണ്ടമാലകൾ. തിരുമുടിമാലകൾക്ക് മീതെ വിധാനമായിട്ട് 3-4 ഉണ്ടമാലകൾ. ആ പൊന്നിൻ തൃപ്പാദത്തിൽ പൊൻതളകൾ കാണാനുണ്ട്. ആ തൃപ്പാദത്തിൽ വീണ് നമുക്ക് നമസ്കരിക്കാം. കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തുരക്ഷിക്കണേ കണ്ണ. ഓം നമോ നാരായണായ.